പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് പ്രമുഖ ഒരു ക്രെഡിറ്റ് കാർഡ് ബാങ്കിൻ്റെ ബാങ്ക് ട്രാൻസാക്ഷൻ സമ്മറിയുടെ പേജിലാണ്. നമുക്കിന്ന് ഒരുപാട് കോളുകൾ, നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് വേണമെന്ന് ചോദിച്ച് ഒരുപാട് കോൾ വരുന്നുണ്ട്. എന്നാൽ കോളിലെല്ലാം പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പൈസ പോലും നിങ്ങൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സിബിലിനെ ബാധിക്കത്തില്ല. നിങ്ങൾ യൂസ് ചെയ്യുന്ന പേയ്മെൻറ്റ് മാത്രം നിങ്ങൾ തവണകളായിട്ട് അടച്ചാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആനുവൽ ചാർജസ് ഒന്നും ഈടാക്കേണ്ട. 1,00,000 മുകളിൽ നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് നിങ്ങൾ പിന്നെ ചാർജസ് ഒന്നും പേ ചെയ്യേണ്ടതില്ലെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് വരുന്നത്. ഇവിടെ നോക്കുകയും ഇവിടെ ഞാൻ എൻ്റെ ഒരു നവംബർ മാസത്തിലെ ഡീറ്റെയിൽസാണ് കാണിക്കുന്നത്. അവിടെ നിങ്ങൾ ലാസ്റ്റത്തെ 2 ട്രാൻസാക്ഷനെ കാണിക്കുന്ന 4,400 രൂപയും ഒരു 3,011 രൂപയും കാണിക്കുന്നുണ്ട്. അവിടെ കാണിക്കുമ്പം അത് ശരിക്കും പറഞ്ഞാൽ അവരൊരു ഫൈൻ ചാർജസ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഒരു ഫൈൻ ചാർജസ്, ഇതാണ് ഇൻട്രസ്റ്റ് ചാർജസാണ് അവർ ഈടാക്കിയിരിക്കുന്നത്. നമ്മളിതിന് വേണ്ടി ഡിസ്പ്യൂട്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ മൊത്തം പേയ്മെൻറ്റ് അടച്ച് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുക അല്ലാതെ പിന്നെ വേറൊരു നിവൃത്തിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്ന ക്രെഡിറ്റ് കാർഡ് കോൾസ് വരുമ്പോൾ നിങ്ങൾ അവരുടെ ക്രെഡിറ്റ് കാർഡുകാരുടെ ചീറ്റിങ്ങിൽ വഞ്ചിക്കപ്പെടാതെ നിങ്ങൾ ആ കോൾ നിങ്ങൾ ഡു നോട്ട് ഡിസ്റ്റർബുകാർക്ക് റിപ്പോർട്ട് ചെയ്യുക. ഇത് മൊത്തം വഞ്ചനയാണ്. നമ്മൾ ഈ ഇത് മൊത്തം നമ്മുടെ ഈ ഇൻട്രസ്റ്റ് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു വർഷത്തേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 30%, 35% പൈസ വരുന്നുണ്ട്. സാധാരണ മിഡിൽ ക്ലാസ് ആളുകളാണ് ഇതുപോലെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ. അത് മുതലാക്കിയാണ് ബാങ്കുകാർ നമ്മളെ കൊള്ളയടിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് ഏതെങ്കിലും ബാങ്കിൽ നിന്ന് കോൾ വരുവാണെങ്കിൽ ഞങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് വേണ്ടെന്ന് പറഞ്ഞ് നമ്മളപ്പോൾ തന്നെ ഒഴിഞ്ഞു മാറിയേക്കുക. അല്ലെങ്കിൽ നമ്മുടെ ജീവിതകാലം മൊത്തം നമ്മൾ അടച്ചാലും ഇതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് അടച്ചു തീർക്കാൻ വേണ്ടി സാധിക്കത്തില്ല.